ഹലോ, ഇന്ന് മാർച്ച് 5-ാം തീയതിയാണ്. സോ ഏകദേശം ഫെബ്രുവരി 28-ാം തീയതി മുതൽ ഇപ്പം മാർച്ച് 5-ാം തീയതി വരെ ഏകദേശം 1 വീക്കായി. ഇപ്പൊ നമ്മുടെ ഈ ഒരു വാർ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എല്ലാവരും കുറച്ച് ഭീതിതമായ സിറ്റുവേഷൻസിലാണ്. ഇപ്പൊ ദുബായ് ആണെങ്കിലും അബുദാബിയിലൊക്കെ ആണെങ്കിലും ഇപ്പം മെയിനായിട്ട് നമ്മുടെ ഗവൺമെന്റ് നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. കാര്യങ്ങളൊക്കെ ഫുള്ളി കൺട്രോൾഡ് ആണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്ന ഡ്രോൺസ് ആണെങ്കിലും മിസൈൽസ് ആണെങ്കിലും ഒക്കെ അതൊക്കെ ഇന്റർസെപ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്റ്റിൽ നമുക്ക് നോർമൽ രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലൊക്കെ പറഞ്ഞാൽ. അപ്പം ഇതിലിപ്പം ചെറുതായിട്ട് മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം 2 ദിവസം മുന്നേ എല്ലാ കമ്പനികൾക്കും റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ വർക്ക് ഫ്രം ഹോം ആക്കാം. അങ്ങനെ കുറച്ച് കമ്പനികൾ ആക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് കമ്പനികൾ നോർമൽ രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ദുബായിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും വേറെ റോഡ് ആണെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല, നോർമലായിട്ട് തന്നെ നടക്കുന്നുള്ളൂ. ഇപ്പം വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലാണ്. സോ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം കഴിഞ്ഞ മാർച്ച് 2-ാം തീയതി മാർച്ച് 2-ാം തീയതി മാത്രം ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നടത്തുന്ന സെയിൽസ് എന്ന് പറഞ്ഞാൽ 2.46 ബില്യൺ ദിർഹംസിന്റെ സെയിൽസാണ് നടന്നത്. ഓക്കെ, അതോ നാട്ടിലത്തെ എമൗണ്ട് പറയുകയാണെങ്കിൽ ഏകദേശം 6000 കോടിന്റെ മുകളിൽ സെയിൽസ് റിയൽ എസ്റ്റേറ്റിൽ നടന്നിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ ട്രാൻസാക്ഷൻ നോക്കുകയാണെങ്കിൽ 4 ബില്യന്റെ മുകളിലാണ്. അപ്പം ആക്ച്വലി ഇപ്പം ദുബായ് റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ അത് ആദ്യമായിട്ടല്ല. അപ്പൊ അതിന്റെ മുന്നേ കോവിഡ് വന്നപ്പോഴും അതിന്റെ മുന്നേ 2008 ക്രൈസിസ് വന്നപ്പോഴൊക്കെ ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡബിൾ സ്ട്രോങ് ആയിട്ടാണ് പിന്നെ അത് തിരിച്ചു വരിക. ഓക്കെ, നമ്മൾ ഈ ഒരു ടൈമിൽ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ടൈമിലൊക്കെയാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഇപ്പം കൂടുതൽ ഇപ്പൊ പ്രത്യേകിച്ച് റമദാനൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഡെവലപ്പേഴ്സ് തരുന്നുണ്ട്. നമ്മൾ ഈ പ്രൈസ് ഡ്രോപ്പ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം പ്രത്യേകിച്ച് ഓഫ് പ്ലാൻ പ്രൊജക്ട്സിൽ നമുക്ക് 2, 3, 4 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്രൊജക്ട് നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു ഓഫ് പ്ലാൻ പ്രൊജക്റ്റിൽ നമ്മൾ പ്രൈസ് ഡ്രോപ്പ് ഒരിക്കലും വിചാരിക്കരുത്. കാരണം വൺസ് ഈ സാധനങ്ങളൊക്കെ കഴിഞ്ഞ് നോർമലായി സേഫ് ആയി കഴിഞ്ഞാൽ ലോകത്തിന് മനസ്സിലാവും നമ്മൾ ഈ ദുബായ് സേഫ് ആണെന്ന് ഇങ്ങനെ പറയാന്നല്ലാതെ എങ്ങനെയാണ് പ്രാക്ടിക്കൽ രീതിയിൽ ആരും മനസ്സിലായിട്ടില്ല. സോ പ്രാക്ടിക്കൽ രീതിയിലും കൂടി ഇപ്പോൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഇതാണ് സേഫ്റ്റി എന്നുള്ളത്. സോ അതിനുശേഷം വീണ്ടും പ്രൈസും കാര്യങ്ങളൊക്കെ വീണ്ടും കൂടും. സോ നമ്മൾ ആ ഒരു ടൈമിലേക്ക് വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇപ്പം ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മൾ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ ചെയ്യാം. ഇപ്പോഴാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇന്നലെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് ടൈം. സോ നിങ്ങൾക്ക് ഇന്നാണ് നിങ്ങൾക്കുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. സോ അത് നിങ്ങൾ ചെയ്യാൻ നോക്കാം. സോ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം.